ഈ വീഡിയോയിൽ പഹൽഗാമിൽ നടന്ന ഈ ഒരു ആക്രമണം ഇപ്പോഴത്തെ നിലവിലത്തെ ഡെവലപ്മെന്റ്സ്, അതായത് ഈ ഒരു ആക്രമണം നടത്തിയിട്ട് ഈ തീവ്രവാദികൾ കാടിനുള്ളിൽ കയറിപ്പോയി. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് ആ അടർന്ന കാടുകളിലൂടെ കയറി രക്ഷപ്പെട്ടു പോകാനാണ് ഇവരുടെ പദ്ധതി. അപ്പൊ ഇപ്പൊ നിലവിൽ അവര് ഇന്ത്യൻ ബോർഡർ ക്രോസ് ചെയ്ത് എവിടെയും പോയിട്ടില്ല. അവർ ആ കാടിനകത്ത് തന്നെയാണ് ഉള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചില നിർണായക വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അതാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിനു മുന്നേ 2-3 ചെറിയ കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതിലൊന്ന് നമ്മുടെ കേരള കോൺഗ്രസിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ട ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റ് എന്താണ് ചോദിക്കുന്നത് പറഞ്ഞാല്, ആ പോസ്റ്റിനൊരു ഡൗട്ട്, അതായത് 200 കിലോമീറ്റർ ദൂരപരിധിയുണ്ട് ഈ ബോർഡറിൽ നിന്നും, അതായത് ഇപ്പോഴത്തെ ഓപ്പൺ ബോർഡർ അഥവാ പഴയ LOC എന്ന് പറഞ്ഞ ഈ ഒരു ബോർഡർ ഏരിയയിൽ നിന്നും ഈ ബൈസറൻ വാലി എന്ന് പറഞ്ഞ ഈ ഒരു തീവ്രവാദ ആക്രമണം നടന്ന സ്ഥലത്തേക്ക് 200 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. അപ്പൊ എങ്ങനെയാണ് തീവ്രവാദികൾ ഇതിലൂടെ നടന്നു വന്നോ, ഇല്ലെങ്കിൽ വാഹനത്തിൽ യാത്ര ചെയ്തു വന്നോ, ഇത് എങ്ങനെയാണ് ഇവര് ഇതിനുള്ളിൽ കടന്നു കയറി വന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചോദ്യം ഉയർത്തുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്നത്, ഇതിനകത്ത് ഒരു പൊളിറ്റിക്കൽ അജണ്ടയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ താല്പര്യമോ ഇല്ല. ഞാൻ ഒരു പാർട്ടിയുടെയും മെമ്പറോ അല്ല. ഈ ഒരു സാഹചര്യത്തിൽ ഈ പോസ്റ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ഒരു സാധാരണക്കാരനായ എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. കാരണം ഈ പോസ്റ്റ് ഈ സമയത്ത് ഇടേണ്ട ആവശ്യമില്ല. ഈ കേരള കോൺഗ്രസിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഓൾ പാർട്ടി മീറ്റിംഗ്സ് നടത്തിയ സമയത്ത് ഒവൈസിയുടെ അഭിപ്രായം തുറന്നു പറഞ്ഞാണല്ലോ. അതുപോലെ ഇവർക്കും ഇവരുടെ അഭിപ്രായം തുറന്നു പറയാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഇവർ അവിടെ പറഞ്ഞില്ല. അവിടുന്ന് തിരികെ നേരെ വന്നിട്ട് കേരള കോൺഗ്രസിന്റെ പേജിൽ പോയി എഴുതിയിരിക്കുകയാണ്. പോസ്റ്റിൽ ഉന്നയിച്ചിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാല്, ഈ പാകിസ്ഥാനാണ് ഈ ഒരു കുറ്റകൃത്യത്തിന്റെ കാരണകർത്താവ് എന്ന് എങ്ങനെയാണ് തെളിയിക്കാൻ പറ്റുക? ഇന്ത്യൻ ഗവൺമെന്റ് ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ? ഈ കുറ്റകൃത്യം നടത്തിയ ആൾക്കാരെ ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അവരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് പാകിസ്ഥാനിലേക്ക് വിരൽ ചൂണ്ടുന്നത് എന്നുള്ള തരത്തിലാണ് ഈ ഒരു പോസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പോസ്റ്റിനെ പാകിസ്ഥാനിലെ ഒരു ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ് അയാളെടുത്ത് ടാഗ് ചെയ്തിരിക്കുകയാണ്. വെറും ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ് അല്ല, പാകിസ്ഥാന്റെ പാർലമെന്റിലെ മെമ്പർ ആയിട്ടുള്ള വ്യക്തി തന്നെ എടുത്ത് ടാഗ് ചെയ്ത് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്, റീപോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് അവർ പറയുന്നത് ഇന്ത്യക്കുള്ളിൽ തന്നെ ഡൗട്ട് ഉണ്ട്. കേരള കോൺഗ്രസിന്റെ പോസ്റ്റ് നോക്കൂ, അവർ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതേ ചോദ്യങ്ങൾ ഞങ്ങൾക്കും ഉണ്ട് എന്നുള്ള രീതിയിൽ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ചോദ്യം ഉയർത്തുന്നതായിട്ട് അവർ അവകാശം ഉന്നയിച്ച് ഈ ഒരു പോസ്റ്റിനെ എടുത്ത് കാണിക്കുക. പോസ്റ്റ് ശരിക്കും ഇനി യുണൈറ്റഡ് നേഷൻസ് വരെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അല്ല, ഇതുവരെ നമ്മൾ പാകിസ്ഥാനെ തിരിച്ചടിച്ചിട്ടില്ല. നമ്മൾ ബോർഡറിൽ അവരെ നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു, നമ്മൾ തിരിച്ചടിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഇപ്പോഴും ഒഫൻസീവ് ആയിട്ടില്ല. ഇന്ത്യ ഇപ്പോഴും ഡിഫൻസീവിലാണ് നിൽക്കുന്നത്. അപ്പൊ ഡിഫൻസീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാണ്, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് നമ്മളിപ്പോ പാകിസ്ഥാനെ നേരിട്ട് പോയി അറ്റാക്ക് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഈ ലഷ്കർ തീവ്രവാദികളൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതെല്ലാം എല്ലാവർക്കും അറിയാം. കേരള കോൺഗ്രസിന് അറിയത്തില്ലേ ഈ ലഷ്കർ എവിടെയാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്? ലഷ്കറിന്റെ ഹെഡ് ഓഫീസ് പഞ്ചാബിലാണ്. പഞ്ചാബില് ബിവൽപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലഷ്കറിന്റെ ഹെഡ് ഓഫീസ്. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇത് ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആയാലും, ഇറസ്പെക്റ്റീവ് ഓഫ് എനി പൊളിറ്റിക്കൽ പാർട്ടി, ഇതിനകത്ത് ഒരു രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യമില്ല. ഞാൻ കാണിച്ച ഈ ഒരു കേരള കോൺഗ്രസിന്റെ പോസ്റ്റ് പാകിസ്ഥാൻ എടുത്ത് കളിക്കുന്നുണ്ട്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കണ്ടൊരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു ടെൻസ്ഡ് സിറ്റുവേഷൻ, അതായത് ഇന്ത്യയിലും പാകിസ്ഥാനിലും ഈ രീതിയിലുള്ള ടെൻസ്ഡ് സിറ്റുവേഷൻ ആണ്. ഏത് നേരത്തും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ IMF 1.4 ബില്യൺ ലോൺ അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് പാകിസ്ഥാന് കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. റെഡി, ഇറ്റ്സ് ഓൾറെഡി അപ്രൂവ്ഡ്. ഈ ഒരു സന്തോഷ വാർത്തയും കൂടെ നമുക്ക് പറയാനുണ്ട്. കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോയിട്ട് ഈ ഒരു IMFന്റെ ഈ ഒരു പേജ് എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ചൈനയുടെ ഓൺ കപ്പാസിറ്റിയിൽ ചൈന ഗ്യാരണ്ടി നിന്നുകൊണ്ട് ഈ 1.4 ബില്യൺ IMFൽ നിന്നും പാസ്സാക്കി കൊടുത്തിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അതായത് ചൈനയുടെ ഒരു ഗ്യാരണ്ടിയിലാണ് ഈ ഒരു പൈസ പോയിരിക്കുന്നത്. അപ്പൊ തികച്ചും നമ്മളിപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏത് വിധേനയും ഒരു യുദ്ധം ഉണ്ടാവാൻ കാത്തിരിക്കുന്ന കുറെ ലോകരാജ്യങ്ങളുണ്ട്. ഇന്ത്യയുടെ എക്കോണമിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയെ ഏതെങ്കിലും വിധേന ഈ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ തള്ളിവിടാനുള്ള വ്യഗ്രത പൂണ്ടു നിൽക്കുന്ന കുറെ രാജ്യങ്ങൾ. അതിലൊന്ന് ചൈന പണം കൊണ്ട് നിയന്ത്രിക്കുന്ന കുറെ സംഘടനകളുണ്ട്. അതിലൊന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, വേൾഡ് എക്കണോമിക് ഫോറം, അതേപോലെ തന്നെ ഒരു IMF എന്നൊക്കെ പറയാം. ചൈനയ്ക്ക് ഈ രീതിയിലുള്ള പല സംഘടനകളിലും നല്ല സ്വാധീനമാണ്. ആ മികച്ച സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവരിപ്പോൾ 1.4 ബില്യൺ മേടിച്ചു കൊടുത്തിരിക്കുന്നത്. പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്കൊരു യുദ്ധസമാനമായ സാഹചര്യമാണ്, ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഫണ്ട് വേണം, അതുകൊണ്ട് ഞങ്ങൾക്ക് 10 ബില്യൺ വേണം എന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത്. 10 ബില്യൺ. അപ്പൊ ചൈന പറഞ്ഞത്, എടാ മോനെ, അത് 10 ബില്യൺ ഒന്നും പറ്റത്തില്ല, ഞാൻ എങ്ങനെയെങ്കിലും ഒരു 1.4 ബില്യൺ സംഘടിപ്പിച്ച് തന്നിട്ടുണ്ട്, അത് വെച്ച് തൽക്കാലം നീ ഒന്ന് ആശ്വാസപ്പെട്, ഞാൻ വേറെ ഏതെങ്കിലും രീതിയിൽ നിനക്ക് ഫണ്ട് എത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നുള്ള രീതിയിലുള്ള വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. കാര്യം വേറെ എന്താണ്? ഇന്ത്യയെ അറ്റാക്ക് ചെയ്യും, ഇന്ത്യയുടെ എക്കോണമി തകർക്കാനുള്ള ശ്രമമാണിത്. ഇന്ത്യൻസ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഇന്ത്യൻ ഗവൺമെന്റ് തീർത്തും നല്ല രീതിയിൽ ആലോചിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നത്. അഗ്രസീവ് ആയിട്ടുള്ള ഒരു പെരുമാറ്റം ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതുവരെയുള്ള
റിപ്പോർട്ടുകൾ അനുസരിച്ച്. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ഇതിന് പകരം ചോദിക്കും, തിരിച്ചടിക്കും. പക്ഷെ അത് അവർ ഓർക്കാപ്പുറത്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറിത്തീരും പാകിസ്ഥാൻ. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അത് 100% ഉറപ്പിച്ചു വെച്ചോ. ശരിക്കും ഇന്ത്യ ഡിപ്ലോമാറ്റിക്കലി തന്നെ അവരെ ഇപ്പൊ തന്നെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ മെഡിസിൻസ് അവർക്ക് 40% മെഡിസിൻ ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്. ആ 40%-ൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ലൈഫ് സേവിംഗ് മെഡിസിൻസ് ആണ്. പലതും വാക്സിൻസും പലതും ആന്റി ബാക്ടീരിയൽ മെഡിസിൻസ് ഒക്കെയാണ് നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വളരെ കീ ആണ്. ഇതൊക്കെ വളരെ കീ മെഡിസിൻസ് ആണ്, ലൈഫ് സേവിംഗ് മെഡിസിൻസ് ആണ്. ഇതൊക്കെ തന്നെ ഇപ്പൊ നിന്നിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ റാബീസ് വാക്സിൻ ഒക്കെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അതൊക്കെ നമ്മൾ നിർത്തുകയാണ്. ചൈനയെ ആശ്രയിക്കാമെന്ന് അവർ വിചാരിച്ചു കഴിഞ്ഞാലും ചൈനയ്ക്ക് ഫുൾഫിൽ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റഡ് മെഡിസിൻ അല്ല അവർ ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യുന്നത്. അവരുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ റോ മെറ്റീരിയൽസ് ആണ്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് പാകിസ്ഥാന്റെ എൻറ്റയർ ഹെൽത്ത് മേഖലയിൽ വരുന്ന മെഡിസിൻ നീഡിനെ ചൈനയ്ക്ക് ഒരിക്കലും പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവരെ യൂറോപ്യൻ മേഖലയിൽ നിന്നൊക്കെ മേടിക്കാം, വമ്പൻ വില കൊടുക്കേണ്ടി വരും. നല്ല വില, ഇരട്ടി വില കൊടുക്കേണ്ടി വരും. യൂറോപ്പിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാം മെഡിസിനൊക്കെ എന്താണ് വില എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ 9 രൂപയ്ക്കും 10 രൂപയ്ക്കും 20 രൂപയ്ക്കും ഒക്കെ മേടിക്കുന്ന മെഡിസിൻസ് ഒക്കെ അവിടെ അതേപോലത്തെ ആ രാജ്യത്തുള്ള കറൻസി അതിന്റെ ഇരട്ടി കൊടുക്കേണ്ടി വരും, വിത്ത് ടാക്സും കൂടി. നല്ല കോസ്റ്റ്ലിയാണ്. അപ്പൊ ആ രീതിയിൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പാകിസ്ഥാന്റെ മെഡിക്കൽ ഫീൽഡ് മാറിത്തീരും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ ഇന്ത്യ പാകിസ്ഥാന്റെ കുറെ ചാനലുകൾ ബാൻ ചെയ്തിരിക്കുകയാണ്. ബാൻ ചെയ്തെന്ന് വെച്ചാൽ അത് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അവരുടെ ഫേക്ക് നെറേറ്റീവ്സ്. അവർ ഇന്ത്യയെ കുറിച്ച് തന്നെ അപമാനകരമായിട്ട് പല വാർത്തകളും, പ്രൊപ്പഗൻഡ വാർത്തകൾ ഇന്ത്യക്കുള്ളിൽ വരുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് ഇന്നലെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് പ്രത്യേകം ഒരു സൈബർ ഫോഴ്സ് ആർമി ഉണ്ട്. അത് വെച്ചിട്ടാണ് അവർ ഈ ഇടപെടലുകളൊക്കെ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഇതിൽ കാണിക്കുന്ന ലിസ്റ്റഡ് ചാനൽസ് മൊത്തം ഇന്ത്യയിൽ ഇപ്പം ബാനാണ്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് പല ചാനലുകളും ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടുന്നതും ഇന്ത്യക്കുള്ളിൽ നിന്നാണ്. ഈ ചാനലുകളൊക്കെ നിരോധിച്ചു, നല്ലതാണ്, ഇല്ല എന്ന് പറയുന്നില്ല. തൽക്കാലമെങ്കിലും ഒരു സമാധാനം കിട്ടും. കാരണം ആ രീതിയിലുള്ള പ്രൊപ്പഗൻഡയാണ് അവർ അടിച്ചിറക്കുന്നത്. നമ്മൾ ഇന്ത്യക്കാരൊന്നും ഒന്നുമല്ല. ഇന്ത്യക്കാരെയൊക്കെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള തംബ്നെയിൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിരോധിച്ചത് എന്തായാലും നന്നായി. ഇത് BBC എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, അതും കൂടെ നിരോധിച്ചാൽ കൊള്ളാം എന്നാണ് ഞാൻ വിചാരിച്ചത്. കാര്യം ഈ BBC, ഞാൻ കാണിക്കുന്ന ഒരു ക്യാപ്ഷൻ കണ്ടോ, ഈ ക്യാപ്ഷനാണ് BBC കൊടുത്തിരിക്കുന്നത്. ഇതൊരു ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് ചാനലാണല്ലോ ഈ BBC എന്ന് പറയുന്നത്. UK എന്ന് പറഞ്ഞാൽ നമ്മൾ പാകിസ്ഥാനാണെന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. മീഡിയ, പൊളിറ്റിക്സ് ഉൾപ്പെടെ എല്ലാം പാകിസ്ഥാനികളുടെ സ്വാധീനം വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് ഇവർ കാണിച്ചിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ഞാൻ ഇവിടെ കാണിക്കാം ആ ഒരു ക്യാപ്ഷൻ. പാകിസ്ഥാൻ സസ്പെൻസ് വിസാസ് ഫോർ ഇന്ത്യൻസ് ആഫ്റ്റർ ഡെഡ്ലി അറ്റാക്ക് ഓൺ കശ്മീർ. ഇതിനകത്ത് പറയാനുള്ളത് വെച്ചാല് പാകിസ്ഥാൻ ഇന്ത്യക്കാരുടെ വിസ സസ്പെൻഡ് ചെയ്തു കശ്മീരിൽ ഉണ്ടായ അറ്റാക്ക് കാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു വ്യക്തതയുണ്ടോ? ഇതിനകത്ത് ഇന്ത്യക്കാർക്ക് വിസ പാകിസ്ഥാൻ കൊടുക്കുന്നില്ല എന്നുള്ളത് മാത്രം മനസ്സിലായി. അപ്പൊ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുന്നില്ല, അപ്പൊ അതിന്റെ അർത്ഥം ഈ താഴെ പറഞ്ഞ ആക്രമണം ഇന്ത്യ നടത്തിയെന്നാണോ പാകിസ്ഥാൻ നടത്തിയെന്നാണോ? ഇത് ആര് നടത്തിയെന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? ഇത്തരം ഉഡായിപ്പ് ക്യാപ്ഷൻസ് ഒക്കെ BBC കൊടുക്കും. ഇവരൊക്കെ അൽ ജസീറയെ കടത്തി വെട്ടുന്ന ക്യാപ്ഷൻസ് ആണ് ഇവരൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ തരം താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഗ്ലോബൽ മീഡിയാസ്. ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് എടുത്ത് പറയേണ്ടത്. ഇതൊക്കെ നമ്മളുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് ചർച്ച ചെയ്യണം. BBCക്ക് സെൻട്രൽ ഗവൺമെന്റ് കത്ത് എഴുതിയിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് കത്ത് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ തരണം എന്ന് പറഞ്ഞ് കത്ത് എഴുതിയിട്ടുണ്ട്. ഇതേപോലെ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കത്ത് ന്യൂയോർക്ക് ടൈംസിന് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം പഹൽഗാമിൽ നടന്നത് മിലിറ്റന്റ് അറ്റാക്ക് ആണെന്ന് പറഞ്ഞത്. പാകിസ്ഥാനികളെ പുറത്താക്കുന്നത് ഒരു വലിയ ചാലഞ്ച് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യക്കുള്ളിൽ. എന്താണെന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ മാത്രം 5000-ലധികം പാകിസ്ഥാനികളുണ്ട്. ഇവരിൽ മെജോറിറ്റി ആൾക്കാർ പുറത്തു പോകാൻ തയ്യാറാകുന്നില്ല. ഇതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം. ഈ ഒരു പുറത്തു പോകാൻ തയ്യാറാകാത്തത് പല വിഷയങ്ങൾ. ഓക്കെ, നിങ്ങൾ മാരീഡ് ആയിട്ട് ഇന്ത്യക്കുള്ളിൽ ഒരു മാരീഡ് കപ്പിളായിട്ട് താമസിക്കുന്നുണ്ട്, അപ്പൊ പോകാൻ ബുദ്ധിമുട്ടുണ്ട്, എയ്തർ വൈഫ് ഓർ ഹസ്ബൻഡ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ചില എക്സംഷൻ കേസുകളൊക്കെ കൊടുക്കാം. പക്ഷെ ബാക്കിയുള്ളവർ അപ്പൊ തന്നെ സ്ഥലമിടേണ്ടതാണ്. ഇപ്പൊ നിർബന്ധമായിട്ട് സ്ഥലമിടേണ്ട ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. കാരണം പുതിയ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. 3 വർഷത്തെ കഠിന തടവ്, അതേപോലെ ഫൈനും കൂടെ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലതാണ്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 3 വർഷം ജയിൽ ശിക്ഷയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനേക്കാളും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടില് ഫോറിൻ വർക്കേഴ്സ്, അന്യ സംസ്ഥാന തൊഴിലാളികളല്ല കേട്ടോ, അന്യദേശത്തിൽ നിന്ന് വന്ന തൊഴിലാളികൾ 46,000 പേരുണ്ടെന്നാണ് ചെന്നൈ ഹൈക്കോടതിയിലെ ജഡ്ജി പറഞ്ഞിരിക്കുന്നത്. 46,000 പേരെ. അതിൽ 20,000 പേര് ആഫ്രിക്കൻസ് ആണ്. ഇവരൊക്കെ കോയമ്പത്തൂർ, തൃപ്പൂർ, അതേപോലത്തെ ഈ സ്പിന്നിങ് മിൽസ്, ഈ തുണികളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. ഇവരുടെ പ്രവർത്തന മേഖല അതാണ്. അതിലുപരിയായിട്ട് മറ്റേ മരുന്ന് കച്ചവടവും ഈ ആഫ്രിക്ക ത്രൂ ഒരുപാട് ഇവിടെ ഒഴുകുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലേക്ക് നമ്മൾ വേറെ വരാം, അത് വേറെ സബ്ജക്ട് തന്നെയാണ്. അപ്പാരൽ മാനുഫാക്ചറിങ് കമ്പനീസ് അഥവാ സ്പിന്നിങ് കമ്പനീസ്, ഇതേപോലത്തെ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർ കൂടുതലും പ്രവർത്തിക്കുന്നത്. അതായത് പലർക്കും ഇവിടെ സ്വന്തം ഷോപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഇതാണ് ഇപ്പം ഇന്ത്യയിലെ അവസ്ഥ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ.
കേരളത്തിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. തമിഴ്നാട്ടിലെങ്കിലും അറ്റ്ലീസ്റ്റ് 46,000 പേര് ഉണ്ട് എന്നുള്ളൊരു കണക്കെങ്കിലും പുറത്തു വന്നു. പക്ഷെ കേരളത്തിൽ ഇതുവരെ ഒരു കണക്ക് പോയിട്ട് എത്ര പേര് ശരിക്കും ഉണ്ടെന്നുള്ളതിനെ കുറിച്ചുള്ള യാതൊരു വിവരവും സർക്കാരിന്റെ പക്കൽ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ ഇതുവരെ നമുക്ക് ഓപ്പൺ സോഴ്സിൽ ഒരു രീതിയിലുള്ള വിവരവും നമുക്ക് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് ശരിക്കും പറഞ്ഞാൽ ഡേഞ്ചറാണ്. പല കൊലപാതകങ്ങൾ വരെ കേരളത്തിൽ നടത്തിയിട്ടുണ്ട് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ. ഇവരെ കൊണ്ടുള്ള ശല്യം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. പക്ഷെ എന്നിട്ടും പൂർണ്ണമായ ഡേറ്റ ഇപ്പോഴും പൂർണ്ണമായിട്ടും സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങനത്തെ ഉത്തരവുകളൊക്കെ ഇറക്കിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും കേരളത്തിൽ നിന്നും ശരിയായ ഡേറ്റ പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു 4 പേരെ തിരയുന്ന ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ട്. ആർമി, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് പ്ലസ് JNK പോലീസ് ഫോഴ്സ്, ഈ 3 കൂട്ടരും ചേർന്നാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. പിന്നെ പ്രധാനമായിട്ടും ഈ ഒരു ഭാഗങ്ങളൊക്കെ ഈ പെഹൽഗാം, അനന്ത്നാഗ് ഈ ഒരു ഏരിയയിൽ ഇരിക്കുന്ന ഫോറസ്റ്റുകളെല്ലാം സൗത്ത് കശ്മീർ ഫോറസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ സൗത്ത് കശ്മീർ ഫോറസ്റ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റിയാണ്. ഹൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇങ്ങനെ ഒറ്റയായിട്ട് നിൽക്കുന്ന രീതിയല്ല, നല്ല ഹൈ ഡെൻസിറ്റി ഫോറസ്റ്റ് ആണിത്. അകത്ത് കയറിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെ ചെറിയ ഡിസ്റ്റൻസിൽ നിന്നും അങ്ങനെ കാണാൻ കഴിയില്ല. ആ രീതിയിലുള്ള ഡീപ്പ് ഫോറസ്റ്റ് ആണ് ഈ സൗത്ത് കശ്മീർ ഭാഗത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇതൊരു വലിയ ചാലഞ്ച് സൃഷ്ടിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ നമുക്ക് അവന്മാരെ എപ്പോഴേ പൊക്കിയെടുത്തേനെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ലോക്കൽസും കൂടെ ഈ ഒരു പോലീസിനെ സഹായിക്കുന്നുണ്ട്. ചില ഇൻഫർമേഷൻസ്, അതായത് ഈ ലോക്കൽസ്, ഈ കാട് പരിചയമുള്ള ആൾക്കാർ കുറെ ഉണ്ടാവും. അവര് ചില സൂചനകൾ കൊടുക്കും. ഇന്ന സ്ഥലത്ത് സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്, ഈ ലൊക്കേഷനിൽ അവിടെ ഇങ്ങനെ ഒരു ഗുഹയുണ്ട്, അല്ലെങ്കിൽ ഈ പരിസരത്ത് ഇങ്ങനെ ഒരു പാറക്കെട്ടുണ്ട്, ഇവിടെ ഒരു അരുവിയുണ്ട്. ഇങ്ങനെയുള്ള ചില ഹിന്റുകളൊക്കെ ഈ ലോക്കൽസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ അവർ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് വളരെ ഉപകാരപ്രദമാണെന്നാണ് ആർമി പറയുന്നത്. കാരണം അവർ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും ചില സൂചനകൾ, ഈ തീവ്രവാദികൾ കടന്നുപോയതിന്റെ, ഈ തീവ്രവാദികൾ താമസിച്ചിരുന്നതിന്റെ ചില രേഖകൾ, ഇതൊക്കെ അവിടെ ലഭിക്കുന്നുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. 4 പ്രാവശ്യം ഈ തീവ്രവാദികൾ ഇരുന്ന സ്ഥലവുമായിട്ട് ഇന്ത്യൻ ആർമി എത്തുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് കൺഫ്രന്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. 4 പ്രാവശ്യം 4 വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഇവരെ പിടിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിരുന്നു. ശരിക്കും ഒരു കാറ്റ് ആൻഡ് മൗസ് ഏർപ്പാടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു പ്രാവശ്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചിട്ടുണ്ട്. ആർമിയും അങ്ങോട്ട് ഫയർ ചെയ്തിട്ടുണ്ട്, അവരും തിരിച്ച് ഫയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏതാണ്ട് ക്ലോസർ പ്രോക്സിമിറ്റിയിലാണ്. അവരെ ഇപ്പൊ പിടിക്കും, അല്ലെങ്കിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ വിത്തിൻ ഡേയ്സിനുള്ളിൽ നമ്മൾ പിടിക്കും എന്നുള്ളതാണ് ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലാണ്. ആദ്യത്തെ തവണ ഇവർ ഇരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സ്ഥലം ഹെപ്പാറ്റ്നോർ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലമാണ്. ഹെപ്പാറ്റ്നോർ വില്ലേജ്, ആ ഒരു വില്ലേജിന്റെ ഭാഗത്ത് നിന്നാണ് ഈ ഒരു ഫോറസ്റ്റ് തുടങ്ങുന്നത്. ഇത് ശരിക്കും ഈ ഹെപ്പാറ്റ്നോർ എന്ന് പറയുന്നത് അനന്ത്നാഗ് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അപ്പൊ ഈ ഹെപ്പാറ്റ്നോർ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ നിന്ന് അങ്ങ് തുടർന്ന് അങ്ങ് പോവാണ്. നല്ല ഡെൻസിറ്റി ഉള്ള ഫോറസ്റ്റ് ആണ്. അപ്പൊ അതിലൂടെയാണ് ഇവർ കയറി പോയിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇവർ പല വില്ലേജുകളിലും വന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട്. എടുത്തോണ്ട് പോകുന്ന പറഞ്ഞാൽ ഇവർ ഭീഷണിപ്പെടുത്തി ആ വീട്ടുകാരുടെ കയ്യിൽ നിന്നും പിടിച്ചു പറിച്ചുകൊണ്ട് പോവാണ്. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. രണ്ടാമത് ഇവരെ കണ്ടുമുട്ടുന്നത് കുൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ്. തന്നെ ഈ ഒരു സൗത്ത് കശ്മീർ ഫോറസ്റ്റിൽ തന്നെ കുൽഗാം എന്ന് പറഞ്ഞ ആ ഒരു ഫോറസ്റ്റ് റീജിയനിൽ വെച്ചിട്ടാണ് ഇവരെ രണ്ടാമത് കണ്ടുമുട്ടുന്നത്. ആ ഒരു ടൈമിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്രന്റേഷൻ, ഡയറക്റ്റ് ഫയറിംഗ് നടന്നത്. ആർമി അങ്ങോട്ട് ഫയർ ചെയ്യുന്നു, അവർ തിരിച്ചിങ്ങോട്ട് ഫയർ ചെയ്യുന്നു. ആ രീതിയിലുള്ള ഒരു കൺഫ്രന്റേഷൻ ആണ് അവിടെ വെച്ച് നടന്നത്. എന്നിട്ട് ഇവർ അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകുന്നു. ഇവർ എപ്പോഴൊക്കെ ആർമി പോകുന്നു അപ്പോഴൊക്കെ റീലൊക്കേറ്റ് ചെയ്ത് പോവാണ്. ആ രീതിയിൽ ഭയങ്കര ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ടാണ് ഇവർ മൂവ് ആകുന്നത്. വളരെ ചെറുപ്പക്കാരാണ്, അതുകൊണ്ട് അവർ ഫാസ്റ്റ് ആയിട്ട് ഓടുന്നു, പെട്ടെന്ന് എസ്കേപ്പ് ആയി പോകുന്നു. 3ാമത്തെ പ്രാവശ്യം ഇവർ എസ്കേപ്പ് ആവുന്നത് ട്രാൽ റിഡ്ജ് എന്ന് പറഞ്ഞ ആ ഒരു പ്രദേശത്ത് വെച്ചിട്ടാണ്. ആ ഫോറസ്റ്റ് ഏരിയയിൽ വെച്ചിട്ടാണ് ഇവർ 3ാമത്തെ പ്രാവശ്യം എസ്കേപ്പ് ആയി പോകുന്നത്. ഇനി ഇതിലുപരിയായിട്ട് 4ാമത്തെ ഒരു പ്രാവശ്യം കൂടി ഇവർ എസ്കേപ്പ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കോക്കർനാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് 4ാമത്തെ പ്രാവശ്യം ഇവരെ കണ്ടെത്തുന്നതും ഇവരെ എസ്കേപ്പ് ആവുന്നതും. അതായത് ഇവരെ ഫോക്കസ് ചെയ്ത് ഇവരെ എത്തിയ സ്ഥലം കണ്ടെത്തുക, എന്നിട്ട് അങ്ങോട്ട് ആർമി ഓടി എത്തുന്നതിന് മുമ്പേ അവർ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. എന്ത് പറഞ്ഞാലും ഇവർ ആർമിയുടെ സറൗണ്ടിങ്ങിലാണ്. അതാണ് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സെർച്ചിങ് ഏരിയ കുറഞ്ഞു വരികയാണ്. ഇറ്റ് മീൻസ് ഇവരെ ഒരു പ്രത്യേക ഏരിയയിലിട്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവരെ സറൗണ്ട് ചെയ്ത് കംപ്ലീറ്റ് JNK പോലീസ് ഫോഴ്സ്, ഇന്ത്യൻ ആർമി, അതേപോലെ ആംഡ് പോലീസ് ഫോഴ്സ്, ഇവരെല്ലാവരും തന്നെ ചുറ്റാകെ ഉണ്ട്. നമുക്ക് ഇന്ന് വൈകുന്നേരമോ ഇന്ന് രാത്രിയോ നാളേക്കുള്ളിൽ നമുക്ക് ഒരു ഗുഡ് ന്യൂസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവരുടെ ഇപ്പോഴത്തെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്റ്റ് കോഷൻ ആണ്. ഈ അറ്റ്മോസ്റ്റ് കോഷൻ എന്നൊക്കെ പറയുന്നത്, വളരെ കെയർഫുൾ ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരു ചെറിയ മിസ്റ്റേക്ക് മതി അവരെ പിടിക്കാൻ. അതുകൊണ്ട് അവർ വളരെ കെയർഫുൾ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ തീവ്രവാദികൾ പെഹൽഗാമിൽ ഈ ഒരു ആക്രമണം നടത്തിയ സമയത്ത് 2-3 പേരുടെ മൊബൈൽ ഫോണൊക്കെ അവർ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഡിവൈസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അവരുടെ എല്ലാ തരത്തിലുള്ള സോഴ്സും അവസാനിച്ചതിന് ശേഷം അവർക്ക് കഴിക്കാൻ ആഹാരമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഒരു തരത്തിലും നിൽക്കാൻ നിവൃത്തിയില്ല എന്നുള്ള അവസ്ഥയിൽ അവർ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു മിസ്റ്റേക്ക്, ആ ഒരു ഫോൺ കോൾ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അതിനു വേണ്ടിയിട്ട് മാത്രമാണ് കാത്തിരിക്കുന്നത്.
ആ കമ്മ്യൂണിക്കേഷൻസ് ഏത് ഭാഗത്തു നിന്ന് വരുന്നോ ആ സ്പോട്ടിൽ നമ്മൾ പൊക്കിയിരിക്കും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഒരു മിസ്റ്റേക്ക് കാണിക്കും. അപ്പൊ അതുകൊണ്ട് അവർ അറ്റ്മോസ്റ്റ് കോഷൻ, അതായത് അറ്റ്മോസ്റ്റ് കോഷൻ എന്ന് പറഞ്ഞാൽ ഒരു മിസ്റ്റേക്കുകളും വരുത്താത്ത രീതിയിൽ വളരെ ഫൈൻ മൂവിങ് ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്രമാത്രം അവർ ട്രെയിൻഡ് ആണെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ആ ട്രെയിൻഡ് തീവ്രവാദികളെയാണ് നമ്മളിപ്പം പിടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഫോഴ്സുകൾ ഇറക്കി ഹൈ ഡെൻസിറ്റി ഫോറസ്റ്റിനകത്ത് 5 ദിവസമായിട്ട് നമ്മുടെ ആർമി ഓഫീസേഴ്സ് അവിടെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നത്. പലരും വിചാരിക്കും 5 ദിവസമായല്ലോ ആർമിക്ക് ഇത് കഴിയുന്നില്ല എന്നൊക്കെ ചിന്തിക്കാം. അതൊക്കെ വെറും മണ്ടത്തരമാണ്. ആ ഫോറസ്റ്റ് നേരിട്ട് കണ്ട ആൾക്കാർക്ക് മാത്രമേ അതിന്റെ ഒരു വൾഗാരിറ്റി, അതിന്റെ ഒരു വൾണറബിലിറ്റി മനസ്സിലാവുള്ളൂ. അല്ലാതെ നമുക്ക് വീട്ടിൽ നിന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.